അപ്പോൾ ബയോ ഇൻഫർമാറ്റിക്സിലോട്ട് വരുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഹൗ വി ആർ യൂസിങ് കമ്പ്യൂട്ടേഴ്സ് ടു ഇന്റർപ്രറ്റ് ഓർ അനലൈസ് ദ ബയോളജിക്കൽ ഡാറ്റ. Bioinformatics is basically the application of computer technology to the management of biological information. കാരണം ധാരാളം ഇൻഫർമേഷൻ നമുക്ക് ബയോളജിയിൽ കിട്ടുന്നുണ്ട്. ഇപ്പൊ DNA എല്ലാം എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെയധികം നമുക്കൊരു മനുഷ്യന് സാധാരണതയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന പോലെയുള്ള ഇൻഫർമേഷൻ അല്ല. കാരണം ജീൻസും അതിന്റെ സീക്വൻസും ഒക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അത്തരം ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ അനലൈസ് ചെയ്യുമ്പോൾ, ഹാൻഡിൽ ചെയ്യുമ്പോൾ നമുക്കൊരു ഹ്യൂമൻ ബ്രെയിൻ മാത്രം സാധിക്കത്തില്ല, തെറ്റ് വരാനുള്ള സാധാരണ സാധ്യതയുണ്ട്. അവിടെയാണ് നമ്മൾ കമ്പ്യൂട്ടറിന്റെ സഹായം സ്വീകരിക്കുന്നത്. കമ്പ്യൂട്ടർ ആകുമ്പോൾ തെറ്റില്ല, അത് ഒരു റിസൾട്ട് ഒരു സമയം തന്ന എല്ലാ സമയത്തും അതേ അക്യുറസി, അതേ റിസൾട്ട് തന്നെയായിരിക്കും തരുന്നത്. അതാണ് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമ്മളൊരു ഡാറ്റ ചെയ്യുമ്പോഴുള്ള ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഞാൻ രണ്ടാമത്തെ ഒരു കാര്യം നോക്കിയതിൻ്റെ കമ്പ്യൂട്ടേഴ്സ് ആർ യൂസ്ഡ് ടു കളക്ട് ഓർ അനലൈസ് ഇന്റിഗ്രേറ്റ് ബയോളജിക്കൽ ഡാറ്റ. അപ്പൊ പല ആവശ്യങ്ങൾക്കും കമ്പ്യൂട്ടർ ഒന്ന് കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ. ഇപ്പൊ DNA സീക്വൻസിന്റെ കേസ്, DNA കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. അതുപോലെ തന്നെ ആ ഇൻഫർമേഷൻ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നതും ഇന്നിപ്പോ മിക്കവാറും ഹാർഡ് കോപ്പി പേപ്പറിലോ ഒന്നും കമ്പ്യൂട്ടർ തന്നെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. നിങ്ങളുടെ എല്ലാം കേസിൽ കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ ചെയ്യുന്ന ഒരു ഭൂരിഭാഗം ഇൻഫർമേഷൻ നിങ്ങൾ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഫോണിലോ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അല്ലേ. വളരെ കുറച്ച് കാര്യങ്ങൾ അത്യാവശ്യമുള്ളത് മാത്രമാണ് നിങ്ങൾ പ്രിന്റ് ഔട്ട് ആയിട്ട് നിങ്ങൾ എടുക്കുന്നത്. അപ്പൊ കമ്പ്യൂട്ടറിൽ ഈ ഒരു ഗുണം, ഒത്തിരി അധികം ഡാറ്റ കുറച്ച് സ്പേസിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ അനലൈസ് ചെയ്യാനും കുറച്ചും കൂടി എളുപ്പമാണ്. എക്സലിലോ ഒരു ഡാറ്റ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനെ വെച്ച് നമുക്ക് പല രീതിയിൽ ഗ്രാഫോ മറ്റുള്ള സൗകര്യം കമ്പ്യൂട്ടറിന്റെ ഇതുകൊണ്ടുണ്ട്. അപ്പൊ അതുപോലെ ഡാറ്റ അനലൈസ് ചെയ്യാൻ, ഡാറ്റ സ്റ്റോർ ചെയ്യാൻ, ഡാറ്റ കമ്പയർ ചെയ്യാനൊക്കെ കമ്പ്യൂട്ടർ വളരെ യൂസ്ഫുൾ ആണ്. അതുകൊണ്ടാണ് നമ്മൾ കമ്പ്യൂട്ടർ വ്യാപകമായി യൂസ് ചെയ്യുന്നത്. ഇനി ഇവിടെ എല്ലോട്ട് വരുമ്പോൾ നമ്മൾ രണ്ട് ടേം സാധാരണതയിൽ ഈ ബയോ ഇൻഫർമാറ്റിക്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ആക്ച്വലി ഈ രണ്ട് ടേമും ഏറെക്കുറെ സിമിലർ ആണ്. രണ്ടും ഒരു ബ്രാഞ്ച് തന്നെയാണെന്ന് പറയാം, വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല രണ്ടും. ചിലവർ കമ്പ്യൂട്ടേഷണൽ ബയോളജി എന്ന് പറയുന്നു, ചിലവർ ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്നു. രണ്ടും തമ്മിൽ വളരെ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ വ്യത്യാസം ഇല്ല. ഓരോ രാജ്യത്തിന്റെ അനുസരിച്ച് ചില വ്യത്യാസം ഇല്ലെന്ന് തന്നെ പറയും. സോ they are often used interchangeably. Bioinformatics is the creation of tools like algorithms, databases, then computational and statistical technique. Algorithm പറഞ്ഞ ഒരു സീരീസ് ഓഫ് സ്റ്റെപ്സ് ആണ്, അതിന് അൽഗോരിതം എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പ് ഇതിനെ കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന റിസൾട്ട് കിട്ടും, അതിന് അൽഗോരിതം എന്ന് പറയുന്നത്. ദെൻ ഡാറ്റാബേസ് എന്ന് പറയുന്നത് ഇപ്പം DNA ഡാറ്റാബേസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഫർമേഷൻ ആണ് ഡാറ്റാബേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ വി ഹാവ് കമ്പ്യൂട്ടേഷണൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ഒക്കെ. അപ്പോ പലതരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബയോസ്റ്റാറ്റ് പഠിച്ചപ്പോഴേക്കും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, മീൻ, മീഡിയം, ഇതൊക്കെ നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ചൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിന്റെ ക്രിയേഷൻ ഓഫ് ടൂൾസ്. അത്തരം എന്താ പറയാ പ്രോഗ്രാംസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, അതാണ് പ്രധാനമായും ബയോ ഇൻഫർമാറ്റിക്സിൽ ചെയ്യുന്നത്. ആൻഡ് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ക്രിയേറ്റിംഗ് ദോസ് ടൂൾസ് ഫോർ മാനേജ്മെന്റ് ആൻഡ് അനലൈസിസ് ഓഫ് ബയോളജിക്കൽ ഡാറ്റ. ഇപ്പോൾ നിങ്ങൾ സ്പീഷീസ് ഡൈവേഴ്സിറ്റിയെ കുറിച്ച് ഇപ്പോൾ ഡോണേറ്റിനെ കുറിച്ച് ഇതുവരെ പറഞ്ഞു, ബട്ടർഫ്ലൈനെ കുറിച്ച് പറഞ്ഞു. അവസാനം നിങ്ങൾ വന്നു കഴിയുമ്പോൾ ഈ ഡാറ്റ കിട്ടിയിരിക്കുന്ന ഡാറ്റ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു മറ്റുള്ളവരുടെ പ്രസന്റ് ചെയ്യേണ്ടി വരും. ഞാൻ 10 സ്പീഷീസിനെ പിടിച്ചു എന്ന് മാത്രം പറയാം, അല്ലെങ്കിൽ 25 സ്പീഷീസിനെ പിടിച്ചു, അല്ലെങ്കിൽ 50 സ്പീഷീസിനെ പിടിച്ചു എന്ന് പറയുമ്പോൾ അതൊരു ഇൻഫർമേഷനാണ്. അത് തന്നെ പിന്നെ പല രീതിയിൽ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം. ചില ഏത് ഫാമിലിയിലുള്ള സ്പീഷീസ് ആണ് കൂടുതൽ വന്നിരിക്കുന്നത്, ആ സ്പീഷീസ് ഏത് സമയത്താണ് കൂടുതൽ വന്നിരിക്കുന്നത്. അപ്പൊ അത് കുറെ കൂടി എന്താ പറയാ അഡീഷണൽ ഇൻഫർമേഷൻ. ഈ അഡീഷണൽ ഇൻഫർമേഷൻ വെച്ച് നമ്മൾ പല ഗ്രാഫും പൈ ചാർട്ടും ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഒരു തീസിസ് ആയിട്ട് അതിനെ പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു അനലൈസിസ് ഓഫ് ബയോളജിക്കൽ ഡാറ്റയ്ക്ക്
ഇത്തരം ടൂൾസ് വളരെ ആവശ്യമാണ്. So the goal of bioinformatics is to build useful tools that work on biological data. അവിടെ കൂടുതലും കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിലാണ് ഉള്ളവരാണ് വരുന്നത് ബയോഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്നതിലോട്ട് വരുമ്പോൾ. ഇനി രണ്ടാമത്തെ മേഖല എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഷണൽ ബയോളജിയാണ്. ഇവിടെ ബേസിക്കലി ഇറ്റ്സ് ആൻ ഹൈപ്പോത്തിസിസ് ഡ്രിവൺ ഇന്റഗ്രേഷൻ ഓഫ് സ്പെസിഫിക് ബയോളജിക്കൽ പ്രോബ്ലം യൂസിങ് കമ്പ്യൂട്ടേഴ്സ് carried out with experimental and simulated data. ഇവിടുത്തെ ഒരു പ്രത്യേകത ഇവിടെ രണ്ടാമത്തെ പാരഗ്രാഫുകളിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടി ഒരു വ്യക്തതയുണ്ട് അതിനകത്ത്. The computational biology is study of biology using computational techniques. ഈ രണ്ട് ബ്രാഞ്ചും നമ്മൾ ഓൾറെഡി പറഞ്ഞ വലിയ വ്യത്യാസമൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഓരോ രാജ്യത്തിന്റെ പ്രത്യേകത അനുസരിച്ച് യൂസ് ചെയ്യുന്നതാണ്. കമ്പ്യൂട്ടേഷണൽ ബയോളജിയിൽ പൊതുവെ ബയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ. അതെല്ലാം ബയോളജിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ബയോളജിയുടെ എക്സ്പെർട്സ് ആണ് ഈ കമ്പ്യൂട്ടേഷണൽ ബയോളജിയിൽ വരുന്നത്. അവർ ആ ഡാറ്റ കൈകാര്യം ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നു, അവർ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു. അപ്പോൾ രണ്ട് മേഖലയും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. എന്താണ് ബയോ ഇൻഫർമാറ്റിക്സ് വരുമ്പോൾ കുറെ കൂടി കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ് ആണ് അവിടെ ഉള്ളത്. കമ്പ്യൂട്ടേഷണൽ ബയോളജിയിൽ വരുമ്പോൾ ബയോളജി പഠിച്ച ആളുകളാണ് കമ്പ്യൂട്ടർ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ ഇതിന്റെ രണ്ടും തമ്മിലുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. പക്ഷെ ഇങ്ങനെയെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും എന്താണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി യൂസ് ചെയ്യുന്നതാണ്. Put more simply, bioinformatics is concerned with information, while computational biology is concerned with the hypothesis. ആ ഇൻഫർമേഷൻ ബയോളജിക്കലായിട്ട് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷനെ ബേസ് ചെയ്ത് നമ്മളുടെ കുറെ അസംപ്ഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ചില ഗസ്സുകൾ, അതിനെയാണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അത്ര ഹൈപ്പോത്തിസിസ് ഡെവലപ്പ് ചെയ്യുന്നതിലാണ് കമ്പ്യൂട്ടേഷണൽ ബയോളജി കിടക്കുന്നത്. ഉണ്ടോ? കമ്പ്യൂട്ടേഷണൽ ബയോളജി ഇസ് മോർ ബയോളജി, കമ്പ്യൂട്ടേഴ്സ് ടു ഹെൽപ്പ് ബയോളജി. ബയോ ഇൻഫർമാറ്റിക്സ് ഈസ് മോർ കമ്പ്യൂട്ടർ. അതുകൊണ്ട് ബയോ ഇൻഫർമാറ്റിക്സിന്റെ പ്യൂർ എക്സ്പെർട്സ് പലപ്പോഴും കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠിച്ചവരായിരിക്കും. കമ്പ്യൂട്ടേഷണൽ ബയോളജിയിൽ എക്സ്പെർട്സ് എന്ന് പറയുന്നത് ബയോളജി പഠിച്ച ആളുകളായിരിക്കും. കമ്പ്യൂട്ടേഷണൽ സയൻസ് വിത്ത് ബയോളജി. ഇങ്ങനെ ഒരു വ്യത്യാസമാണ് സാധാരണ രീതിയിൽ ഈ ബയോ ഇൻഫർമാറ്റിക്സ് എന്ന മേഖലയും കമ്പ്യൂട്ടേഷണൽ ബയോളജി എന്ന് പറഞ്ഞ മേഖലയും തമ്മിൽ നമുക്ക് പ്രധാനമായിട്ട് കാണാൻ പറ്റുന്നത്. ഇനി എന്തെല്ലാമാണ് ഈ ആപ്ലിക്കേഷൻസ് ഓഫ് ബയോ ഇൻഫർമാറ്റിക്സ് എന്നുള്ളത് കൊണ്ട് നോക്കുക. നമുക്ക് ഒത്തിരി അധികം കാര്യങ്ങൾക്ക് ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് യൂസ് ചെയ്യുന്നുണ്ട്. ഏറ്റവും അധികം നമ്മൾ കാണുന്നത് സീക്വൻസ് അനലൈസിസ് ആണ്. DNA സീക്വൻസിങ്ങിലൊക്കെയാണ് വരുന്നത്. ഈ DNA സീക്വൻസിങ് എന്നൊക്കെ പറയുന്നത് ആക്ച്വലി നമ്മൾ ഒരു സ്പീഷീസിനെ എടുത്തു, അതിന്റെ DNA അധികം നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും. നമുക്ക് ഒരു ഹൈ സ്പീഡ് സെൻട്രിഫ്യൂജ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ DNA ഒരു 16,000 എന്താണ് എക്സില് RPM ഉള്ള ആ സ്പീഡിൽ ആ മോട്ടോർ വർക്ക് ചെയ്യണമെങ്കിൽ അതിന്റെ DNA വേർതിരിച്ച് കിട്ടും. ആ വേർതിരിച്ചെടുക്കുന്ന DNA നമുക്കൊരു PCR എന്ന് പറഞ്ഞൊരു മെഷീൻ ഉണ്ട്, പോളിമറേസ് ചെയിൻ റിയാക്ഷൻ. ആ മെഷീൻ ഉപയോഗിച്ച് നമുക്ക് തന്നെ ആംപ്ലിഫൈ ചെയ്യാം. അതിൽ ഒരെണ്ണം ഉള്ളത് വേണമെങ്കിൽ 1000, 500, 10,000 ഒക്കെ ആക്കി മാറ്റാം, അതിന്റെ കോപ്പി ആക്കി മാറ്റാം. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ആ ഒരു സീക്വൻസിൽ എന്തെല്ലാം DNAയുടെ സീക്വൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ നൈട്രജൻ ബേസസിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? എന്താണ് ATCG എന്നൊക്കെ പഠിച്ചിട്ടുണ്ടോ? അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ, ഗുവാനിൻ. ഇതിന്റെ ഒരു ഓർഡറാണ് സീക്വൻസിങ് എന്ന് പറയുന്നത്. ഈ സീക്വൻസിങ് എങ്ങനെയാണ് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഓരോ സ്പീഷീസിന്റെയും ഓരോ വ്യക്തിയുടെയും ക്യാരക്ടർ കാണുന്നത്. അപ്പൊ അതാണ് ആ ഒരു ഡാറ്റ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റെപ്പാണ് ഈ DNA സീക്വൻസിങ് എന്ന് പറയുന്നത്. രണ്ട് സിമിലർ ആയുള്ള സ്പീഷീസിന്റെ സീക്വൻസ് എടുത്തിട്ട് നമ്മളും കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 98% സിമിലാരിറ്റി കാണും. 100% സിമിലാരിറ്റി കാണുകയാണെങ്കിൽ നമുക്ക് പറയാം അതൊരു സ്പീഷീസ് തന്നെയാണ്. 99 ഉള്ളൂ അല്ലെങ്കിൽ 98 ഉള്ളൂ എങ്കിൽ നമ്മൾ പറയും ദേ ആർ ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ ഫാദറിന്റെയും മദറിന്റെയും ഒരു കൊച്ചിന്റെയൊക്കെ നിങ്ങളുടെയും നിങ്ങളുടെ ഫാദറിന്റെയൊക്കെ അല്ലെങ്കിൽ മദറിന്റെയൊക്കെ DNA അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ DNAയും അവരുടെ DNAയുമായിട്ട് കുറെ അധികം സിമിലാരിറ്റി ഉണ്ടാവും. ആ സിമിലാരിറ്റി വരുന്നത് നിങ്ങൾ അവരുടെ കുട്ടികളായതുകൊണ്ടാണ്. ഇപ്പൊ വേറെ ഒരു വ്യക്തിയുടെ അടുത്ത് DNA പരിശോധിച്ച് നോക്കിയാൽ ആ ഒരു സിമിലാരിറ്റി ഒരിക്കലും കാണില്ല.
അപ്പോൾ സിമിലർ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന്റെ അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള ഓർഗാനിസത്തിന്റെ DNA പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു എന്താ പറയുക ഒരു സീക്വൻസ് സിമിലാരിറ്റി നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ സീക്വൻസ് ഉണ്ടാക്കുക, ആ സീക്വൻസിനെ കമ്പയർ ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ അകത്ത് വരുന്നത്. ദെൻ ജീനോം അനോട്ടേഷൻ, കമ്പ്യൂട്ടേഷണൽ എവല്യൂഷണറി ബയോളജി, ദെൻ കമ്പ്യൂട്ടർ കമ്പാരിറ്റീവ് ജീനോമിക്സ് എന്ന് പറയുമ്പോൾ അത് ജീനോം എന്ന് പറയുന്നത് എൻറ്റയർ ജീൻസ്, ഒരു വ്യക്തിയിലെ ഉള്ള മൊത്തം ജീൻസിനെ ഒരുമിച്ച് പറയുന്നതാണ് ജീനോം എന്ന് പറയുന്നത്. ആ ജീനോം ഒരു ഓർഗാനിസത്തിന്റെ ജീനോം മറ്റൊരു ഓർഗാനിസത്തിന്റെ ജീനോം തമ്മിലുള്ള ഒരു കമ്പാരിസൺ, അത് ടോട്ടൽ DNA അല്ലെങ്കിൽ ടോട്ടൽ ജീൻസ് പ്രസന്റ് ഇൻ ഓർഗാനിസം ഈസ് നോൺ ബൈ ദി നെയിം ജീനോം എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് വ്യത്യസ്തമായ സ്പീഷീസ് അല്ലെങ്കിൽ വ്യത്യസ്തമായ ഓർഗാനിസംസ് തമ്മിൽ എന്തുമാത്രം സിമിലാരിറ്റി ഉണ്ട് എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതാണ് ജീനോമിക്സ് എന്ന് പറയുന്ന മേഖല എന്നിട്ട് വരുന്നത്. ദെൻ കഴിഞ്ഞ ദിവസം ഞാൻ ജീനോമിക്സിന്റെ ഒക്കെ കുറച്ച് MSc ക്ലൗഡ്സിനെ കുറിച്ചൊക്കെ ഞാൻ പറയണ്ടേ. ദെൻ ജനറ്റിക്സ് ഓഫ് ഡിസീസ്. ഇപ്പൊ നമ്മൾ എല്ലാവരും എടുത്തു കഴിഞ്ഞാലും ഡിസീസിന് കാരണം ബേസിക്കലി നമ്മുടെ ജനറ്റിക് വൾണറബിലിറ്റിയാണ്. ഇപ്പൊ കൊറോണ തന്നെ വരുന്നു, എല്ലാവർക്കും ഒന്നും കൊറോണ വരുന്നില്ല, വന്നാലും ഭൂരിഭാഗം പേർക്കും വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല. കുറച്ച് ആളുകൾക്ക് മാത്രമാണ് അത് പ്രശ്നമാവുന്നത്. കാരണം അവരുടെ ജനറ്റിക്കലി ആ ഒരു വൾണറബിലിറ്റിയാണ്, അതായത് ജനറ്റിക്കലി അതിന് എന്താ വിധേയരാവാൻ അവര് വീക്ക് ആണെന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു ആസ്പെക്റ്റില്. അതുകൊണ്ടാണ് കൊറോണ വൈറസ് അവരെ പെട്ടെന്ന് എഫക്ട് ചെയ്യുന്നത്, ബാക്കി ചിലവരെ എഫക്ട് ചെയ്യുന്നേ ഇല്ല. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെയാണ് നമ്മൾ ജനറ്റിക്സ് ഓഫ് ഡിസീസിൽ അന്വേഷിച്ചത്. ദെൻ മ്യൂട്ടേഷൻ, അനലൈസിസ് ഓഫ് മ്യൂട്ടേഷൻ ഇൻ ക്യാൻസർ. അപ്പൊ ക്യാൻസറിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ക്യാൻസർ ബേസിക്കലി എന്താ പറയുക ഒരു ജനറ്റിക് ചേഞ്ച് കൊണ്ടുണ്ടാവുന്നതാണ്. അതായത് ക്യാൻസർ എടുത്തു കഴിഞ്ഞാൽ എന്താണ് ക്യാൻസറിനെ കുറിച്ച് നിങ്ങൾ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അതായത് സെൽസ് അൺകൺട്രോൾഡ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ക്യാൻസർ. സെൽസ് നോർമലി നിശ്ചിത ടൈംസ് കഴിയുമ്പോൾ ആ സെൽസിന്റെ ആ ഒരു റിപ്രൊഡക്ഷൻ അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. സെൽ മൾട്ടിപ്ലിക്കേഷൻ പിന്നെ ഉണ്ടാവില്ല, അത് ഡെഡ് ആവും. പക്ഷെ ഈ ക്യാൻസറിന്റെ കേസിൽ അങ്ങനെയില്ല. അത് എത്ര ജനറേഷൻസ് വേണമെങ്കിലും ക്യാൻസർ സെൽസ് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അതിനൊരു ഡെത്ത് ഇല്ല, ഒരു സെൽ ഡെത്ത് എന്ന് പറയുന്നത് ക്യാൻസർ സെൽസിന് ഇല്ല. അതുകൊണ്ടാണ് ക്യാൻസർ സെൽസ് ഇങ്ങനെ അൺകൺട്രോൾഡ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് ക്യാൻസർ വന്ന് ഭാഗങ്ങളൊക്കെ വീർത്തു വരുന്നതിന് കാരണം അതാണ്. ദർ ഈസ് അൺകൺട്രോൾഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സെൽസ് ഇൻ ദ കേസ് ഓഫ് ക്യാൻസർ. അപ്പൊ ഇതിന് കാരണം എന്താ? വാട്ട് ഈസ് ദ ജനറ്റിക്സ്? അനലൈസിസ് ഓഫ് മ്യൂട്ടേഷൻ ഇൻ ക്യാൻസർ. അതായത് എപ്പോഴും ഈ ക്യാൻസർ ആയിട്ട് വരുന്നത് ഏതെങ്കിലും ഒരു DNA ഉണ്ടാവുന്ന ചേഞ്ചാണ്. ആ DNA ഉണ്ടാവുന്ന ചേഞ്ചിനെയാണ് നമ്മൾ മ്യൂട്ടേഷൻ എന്നാണ് പറയുന്നത്, അല്ലെ? നിങ്ങൾ ജനറ്റിക്സിലും എവല്യൂഷനിലും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ആ മ്യൂട്ടേഷൻ ചെറിയ ലെവലിലാണെങ്കിൽ അത് വലിയ എഫക്റ്റ് ഉണ്ടാവത്തില്ല. വലിയ തോതിലുള്ള ഒരു മ്യൂട്ടേഷൻ ആണെങ്കിൽ അതാണ് പലപ്പോഴും ക്യാൻസർ ആയിട്ട് മാറിപ്പോകുന്നത്. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു പഠനം ഇതൊക്കെയാണ് ഇതിന്റെ ഇവിടെ വരുന്നത്. ദെൻ ജീൻ ആൻഡ് പ്രോട്ടീൻ എക്സ്പ്രഷൻ. ജീൻ ആൻഡ് ഓരോ ജീനിന്റെയും ആ ജീൻ കാരണമായിട്ട് എന്തെല്ലാം ഹോർമോൺസ് ആണ് അല്ലെങ്കിൽ എന്തെല്ലാം പ്രോട്ടീൻസ് ആണ് നമ്മുടെ ശരീരത്തിൽ ഡെവലപ്പ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നു. ദെൻ അനലൈസിസ് ഓഫ് സെല്ലുലാർ ഓർഗനൈസേഷൻ. സെല്ലുലാർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സൈറ്റോളജിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഒരു സെല്ലിനകത്തുള്ള എന്തെല്ലാം സ്ട്രക്ചറുകൾ, അത്തരം കാര്യങ്ങളാണ് സെല്ലുലാർ ഓർഗനൈസേഷനിൽ വരുന്നത്. ദെൻ മൈക്രോസ്കോപ്പി ആൻഡ് ഇമേജ് അനലൈസിസ്. ഇന്നത്തെ അഡ്വാൻസ്ഡ് ടെക്നിക്സിലൊക്കെ ഇപ്പോൾ ഞാനൊക്കെ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പ് ഒക്കെ വളരെ നമുക്ക് കിട്ടിയിരിക്കുന്നത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മൈക്രോസ്കോപ്പുകളാണ്. അത്തരം മൈക്രോസ്കോപ്പുകളിൽ ഇപ്പൊ അവിടെ ലാബിൽ ഓൾറെഡി ഇരിക്കുന്നത് നിങ്ങൾ കുറച്ചുപേര് കണ്ടിട്ടുണ്ടാവും. ആ മൈക്രോസ്കോപ്പിൽ നിങ്ങൾ സ്പെസിമെൻ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്പെസിമെന്റെ മെഷർമെന്റ് എത്രയെന്ന് അത് അവിടെ കമ്പ്യൂട്ടറിൽ എഴുതി കാണിക്കും. എത്ര സെന്റിമീറ്റർ ഉണ്ട് അല്ലെങ്കിൽ എത്ര മില്ലിമീറ്റർ ഉണ്ട്. പണ്ട് ആദ്യകാലത്ത് ഞാൻ ലാബെല്ലാം തുടങ്ങിയിരുന്നപ്പോൾ കുട്ടികൾ ഈ ഒരു സ്റ്റീൽ സ്കെയിലിൽ എടുത്തിട്ട് ഈ സ്പൈഡറിനെ എടുക്കും, എന്നിട്ട് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കും. അങ്ങനെ ഓരോ പാർട്ടും ഒരു ലെഗ് തന്നെയാണോ എങ്കിൽ ലെഗിന് പല പല പീസുകൾ ഉണ്ടാവും. അപ്പൊ ഓരോ പാർട്ടും ഇതുപോലെ സ്കെയിലിൽ വെച്ച് നോക്കിയിട്ടാണ് അവര് മെഷർമെന്റ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ പലപ്പോഴും എന്ത് സംഭവിക്കും, പലപ്പോഴും ചിലപ്പോൾ കുറച്ച് ഹാൻഡിൽ ചെയ്യുമ്പോൾ അതിന്റെ കൈയും കാലൊക്കെ ഒടിഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ട് വളരെയധികം സമയം ആ രീതിയിൽ നമുക്ക് പോകാറുണ്ടായിരുന്നു. ഇപ്പൊ വന്നിരിക്കുന്ന
നിലവിൽ ഓൾറെഡി ഉള്ള ഒരു മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് തന്നെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയർ നമുക്ക് മെഷർമെന്റ് എടുത്ത് തരും. അപ്പോൾ ഇത്ര മില്ലിമീറ്റർ ആണ്, ഇത്ര സെന്റിമീറ്റർ ആണ്. പിന്നെ നമ്മൾ നോക്കി അത് പുസ്തകത്തിൽ ഇതിനെ കുറിച്ച് കുറിച്ചിട്ട് അത് മാത്രമല്ല, ഒരു സ്പൈഡറിന്റെ കാല് മെഷർ ചെയ്യാനാണെങ്കിൽ അതിന്റെ കാല് തുടങ്ങുന്ന ഭാഗം തൊട്ട് നമുക്ക് മൗസ് വെച്ച് വലിച്ചു കൊണ്ടുപോകാം അതിന്റെ എൻഡ് വരെ. അപ്പൊ വലിച്ചു കഴിയുമ്പോഴേക്കും ടോട്ടൽ ലെങ്ത് ഓഫ് ലെഗ്, ഓരോ സെഗ്മെന്റിന്റെ ലെങ്ത് എത്ര, ടോട്ടൽ ലെഗിന്റെ ലെങ്ത് എത്ര, ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടും. ഇതെല്ലാം സോഫ്റ്റ്വെയർ ആണ്. പിന്നെ അപ്പൊ അതെല്ലാം അങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകൾ ഡെവലപ്പ് ചെയ്യുക. പിന്നെ അത് നമ്മൾ വാങ്ങാൻ പോകുന്ന മറ്റൊരു മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ കുറെ കൂടി കോസ്റ്റ്ലി ആണ്. 2-3 മാസത്തിനുള്ളിൽ വരും അത്. അപ്പൊ അത് പ്രത്യേകത എനിക്ക് പലപ്പോഴും നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മളൊരു വളരെ ക്ലോസർ ആയിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ പലപ്പോഴും ഒരു ഭാഗം ഫോക്കസ് ആവും, മറ്റൊരു ഭാഗം ഔട്ട് ഓഫ് ഫോക്കസ് ആവും. അപ്പൊ വളരെ എന്താണ് ഹയർ മാഗ്നിഫിക്കേഷനിൽ നമ്മൾ എടുക്കുമ്പോൾ ഈ ഒരു പ്രോബ്ലം വളരെയധികം കൂടുതലായിരിക്കും. അപ്പൊ അത് ഒരു സ്പൈഡറിന്റെ എന്ത് ഇൻസെക്റ്റിലേക്ക് നമ്മൾ കൊടുത്താൽ ഒരു ഭാഗം ക്ലിയർ ആവും, ഒരു ഭാഗം ക്ലിയർ ആവില്ല. ഇപ്പൊ നമ്മൾ വാങ്ങാൻ പോകുന്ന മൈക്രോസ്കോപ്പ് ഒരു ഓട്ടോ മോണ്ടേജ് എന്ന് പറഞ്ഞൊരു ടെക്നിക്കാണ്. അതൊരു ഒരു പാറ്റന്റ് ടെക്നോളജി, ലേക്ക എന്ന് പറഞ്ഞൊരു മൈക്രോസ്കോപ്പിന്റെ. അവര് ചെയ്യുന്നതെന്ന് വെച്ചാല് അവര് ഈ ഒരു ഓർഗാനിസത്തിനെ സ്പെസിമിനെ അതിന്റെ താഴെ വെച്ചിട്ട് അതിന്റെ ഒരു 100 ഫോട്ടോ എടുക്കും. ആ 100 ഫോട്ടോ എടുക്കുന്നത് ആ ഒരു മൈക്രോസ്കോപ്പ് പല എന്താ ഹൈറ്റിൽ വെച്ചിട്ടാണ് എടുക്കുന്നത്. അതായത് മൈക്രോസ്കോപ്പ് ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്യുന്നുണ്ടാവും, ഫോക്കസ് ചെയ്യുന്ന പോലെ. അപ്പോ ചിലപ്പോ ഒരു ഭാഗം റൈറ്റ് സൈഡ് നല്ല ക്ലിയർ ആയിട്ട് ആദ്യം എടുത്തിട്ടുണ്ടാവും, പിന്നെ ലെഫ്റ്റ് സൈഡ് ക്ലിയർ ആയിട്ട് എടുത്തിട്ടുണ്ടാവും, പിന്നെ വേറൊരു സൈഡ് എടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഈ 100 ഇമേജിൽ നിന്ന് ഏറ്റവും നല്ല ഭാഗങ്ങൾ മാത്രമേ തിരഞ്ഞെടുത്തിട്ട് അതെല്ലാം കൂടി കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫൈനലി ഒരു സിംഗിൾ ഇമേജ് ആയിട്ട് അതങ്ങ് തരും. അങ്ങനെ ചെയ്യുന്ന ടെക്നിക്കാണ് നമുക്കിപ്പോ വാങ്ങാൻ പോകുന്ന മൈക്രോസ്കോപ്പ്. അപ്പൊ അത് വളരെ എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 15 ലക്ഷം രൂപ എങ്ങാണ്ടാണ് ജർമ്മനിയിൽ നിന്നുകൊണ്ടാണ് വരുന്നത്. ഇന്ത്യയിലൊന്നുമില്ല. ആ ഒരു കമ്പനിക്ക് മാത്രമേ ഉള്ളൂ. ആക്ച്വലി 15 ലക്ഷം എന്നൊക്കെ നമ്മൾ കൊടുക്കണമെങ്കിൽ അവര് ആ ഒരു മൈക്രോസ്കോപ്പിനും ചിലപ്പോൾ അത്രയൊന്നും ആക്ച്വൽ വില ഉണ്ടാവില്ല. പക്ഷെ അവര് റിസർച്ച് കോസ്റ്റും ഒക്കെ നോക്കിയിട്ടാണ് അവർ ഈ 15 ലക്ഷം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ടെക്നിക്കുകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഈ ബയോ ഇൻഫർമാറ്റിക്സിന്റെ ഇതിലോട്ടൊക്കെ പോയത്. അപ്പൊ അവിടെയൊക്കെ എന്താ പറയാ, ഒരുപാട് അതിന്റെ ബാക്കിൽ ആ പ്രോഗ്രാംസ് ഉണ്ടാക്കിയപ്പോ ഈ എല്ലാ ഇമേജും കമ്പൈൻ ചെയ്തൊരു സിംഗിൾ കമ്പൈൻഡ് കോമ്പോസിറ്റ് ഇമേജ് തരണമെങ്കിൽ എന്തുമാത്രം എന്താണ് ഒരു സോഫ്റ്റ്വെയർ ടെക്നിക്സുകൾ അതിന്റെ പിന്നിൽ ഉപയോഗിച്ചിട്ടുണ്ടാവും. അതൊക്കെ ആക്ച്വലി ഇതിൻ്റെ അകത്ത് വരുന്നതാണ്. അതുകൊണ്ടാണ് പ്രിസിഷൻ മൈക്രോസ്കോപ്പി എന്ന് പറയുന്നത്. കാരണം നല്ല ക്ലിയർ ഇമേജ് കിട്ടിയാൽ മാത്രമേ നമുക്ക് പല കാര്യങ്ങളും കാണാൻ പറ്റുന്നുള്ളൂ. അതുപോലെ നിങ്ങള് സെമ്മൊക്കെ എടുക്കാം, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയും ഈ ഇമേജ് അനലൈസസിന് വലിയ സാധ്യതയുണ്ട്. പലപ്പോഴും നമുക്ക് കൃത്യമായിട്ടുള്ളത് കിട്ടില്ല. എന്താണ് മൈക്രോസ്കോപ്പിക് ആൻഡ് ഇമേജ് അനലൈസിസ് എന്ന് പറയുന്നത്? പ്രോട്ടീൻ ലോക്കലൈസേഷൻ. അതായത് ഇതിൽ എവിടെയാണ് ചില പ്രോട്ടീൻസ് കാണുന്നത്, അതാണ് പ്രോട്ടീൻസ് ലോക്കലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ന്യൂക്ലിയർ ഓർഗനൈസേഷൻ ഓഫ് ക്രൊമാറ്റിൻ, അതായത് നമ്മുടെ DNA കുറിച്ചുള്ള അനലൈസിസിലാണ് ഇത് പറയുന്നത്. ക്രൊമാറ്റിന്റെ ഏത് ഭാഗത്താണ് ന്യൂക്ലിയസ് എല്ലാം വരുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ന്യൂക്ലിയർ ഓർഗനൈസേഷൻ ഓഫ് ദ ക്രൊമാറ്റിൻ വരുന്നത്. ദെൻ സ്ട്രക്ചറൽ ബയോ ഇൻഫർമാറ്റിക്സ്, അതായത് സ്ട്രക്ചറൽ ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറയുമ്പോൾ പ്രോട്ടീന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, അമിനോ ആസിഡിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ദെൻ നെറ്റ്വർക്ക് ആൻഡ് സിസ്റ്റംസ് ബയോളജി. സിസ്റ്റംസ് ബയോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും ഡിഫറെന്റ് ബോഡി സിസ്റ്റംസിനെ കുറിച്ചുള്ള ഒരു ഇതാണ്. ദെൻ ബയോഡൈവേഴ്സിറ്റി ഇൻഫർമാറ്റിക്സ്. ബയോഡൈവേഴ്സിറ്റി ഇൻഫർമാറ്റിക്സ് ഇപ്പോ നിങ്ങൾ എന്താണ് ഇപ്പൊ റെഡ് ഡാറ്റ ബുക്ക് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ ഞങ്ങൾക്ക് വേൾഡ് സ്പൈഡർ കാറ്റലോഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അതായത് ലോകത്ത് 148,000 സ്പൈഡറുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇനിയും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ എല്ലാ സ്പൈഡറിന്റെയും ലിസ്റ്റ് വേൾഡ് സ്പൈഡർ കാറ്റലോഗിൽ ഇട്ടിരിക്കുക. അപ്പൊ അതൊരു വലിയൊരു ലിസ്റ്റാണ്. ആ ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് ലോകത്തെ പല രാജ്യങ്ങൾ കൂടിച്ചേർന്നിട്ടാണ്, പല സയന്റിസ്റ്റുകൾ കൂടിച്ചേർന്നിട്ടാണ്. അപ്പൊ അത്തരം ലിസ്റ്റുകളൊക്കെ തയ്യാറാക്കണമെങ്കിൽ എന്താ പറയുക, ഇന്റർനാഷണൽ കൊളാബറേഷൻ വേണം. നമ്മളും ഒറ്റയ്ക്ക് ഒരു രാജ്യത്ത് നിന്നുകൊണ്ടൊന്നും അങ്ങനത്തെ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പല രാജ്യത്തിലെ ആളുകൾ കൂടിച്ചേർന്ന് വന്നു കഴിഞ്ഞാല്
അത്ര ഇന്റർനാഷണൽ ആയിട്ടുള്ള ഡാറ്റാബേസ് ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഡാറ്റാബേസ് ഒക്കെ ഉണ്ടാക്കുന്നെങ്കിൽ അതിന് ചില പ്രത്യേക സോഫ്റ്റ്വെയർ വേണം, അത് എന്താണ് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള കമ്പ്യൂട്ടർ ഫെസിലിറ്റി വേണം. അപ്പൊ അതെല്ലാം ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ബയോ ഇൻഫർമാറ്റിക്സിന്റെ മേഖലയിൽ തന്നെ പെടുന്ന കാര്യങ്ങളാണ്. ദെൻ അപ്പൊ ബയോഡൈവേഴ്സ് ഇൻഫർമാറ്റിക്സിൽ സ്പീഷീസിന്റെ ലിസ്റ്റുകൾ കൊടുക്കുന്നു, സ്പീഷീസിനെ കുറിച്ചുള്ള ഡാറ്റാബേസ് കൊടുക്കുന്നു. ഇന്ത്യയിൽ എത്ര സ്പീഷീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കാനഡയിൽ അമേരിക്കയിൽ എത്ര സ്പീഷീസ് ഉണ്ട്, അല്ലെങ്കിൽ ചൈനയിൽ എത്ര സ്പീഷീസ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നു. ദെൻ ഓണ്ടോളജീസ് ആൻഡ് ഡാറ്റ ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ കൂടിയുണ്ട്. ദെൻ ഓണ്ടോളജി എന്ന് പറയുന്നത് ആക്ച്വലി എംബ്രിയോളജിക്കൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ വരുന്നതാണ്. ദെൻ ഡാറ്റാബേസസ്, അതേക്കുറിച്ച് നമ്മൾ വരുന്നുണ്ട്, എന്താണ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഇങ്ങനെ വളരെയധികം ആപ്ലിക്കേഷൻസ് ഈ ബയോ ഇൻഫർമാറ്റിക്സിന് യഥാർത്ഥത്തിൽ ഉണ്ട്. ഒത്തിരി വിദേശ രാജ്യങ്ങളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ബയോ ഇൻഫർമാറ്റിക്സിന് കുറേയധികം സാധ്യതകളും ഉണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ അത്ര ഒരു എന്താ പറയാ ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്ന ഒരുപാട് ഉണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ എന്ത് കോഴ്സ് തുടങ്ങിയാലും കുറെ പേര് ആ കോഴ്സിന് പോയി പഠിക്കും. അതിന് മാത്രമുള്ള ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ പിന്നീട് ആ മേഖലയിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് എന്തും പഠിക്കുന്നവർക്ക് അവസാനം വേറെ ഒന്നിലൂടെ തിരിഞ്ഞു പോകാനും പറ്റാത്ത, എല്ലാത്തോടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നിലും പോകാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ചില ഡെഡ് എൻഡിൽ ആയിട്ട് അപ്പൊ അതിൽ തന്നെ അങ്ങ് കയറി പോയിക്കോളണം. എങ്കിൽ പിന്നെ രണ്ടാമത് വേറൊരു സബ്ജക്ട് പഠിച്ച് അത്രയും അത് പോട്ടെ എന്ന് വെച്ച് അങ്ങ് പഠിക്കണം. അങ്ങനത്തെ ഒരു മേഖലയാണ് ബയോ ഇൻഫർമാറ്റിക്സ്. പക്ഷെ നല്ല സ്കോപ്പ്, ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റിനെ ബേസ് ചെയ്താണ് ഇതിലെല്ലാം അഡ്വാൻസ്ഡ് മേഖലകളാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നിക്സ്, എക്യുപ്മെന്റ്സ് ഒക്കെ ആവശ്യമാണ്. അതുണ്ടെങ്കിലും മാത്രമേ ഈ ബയോ ഇൻഫർമാറ്റിക്സിലേക്ക് ഡെവലപ്പ് ചെയ്യും. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ അധികം ബയോ ഇൻഫർമാറ്റിക്സ് ഡെവലപ്പ് ചെയ്യാത്തതിന് ഒരു കാരണം നമുക്ക് അതുപോലെയുള്ള വലിയ തോതിലുള്ള റിസർച്ച് ഫെസിലിറ്റി ഒന്നും നടക്കുന്നില്ല. വലിയ തോതിൽ റിസർച്ച് നടക്കുമ്പോഴാണ് ഇതിന്റെ ആവശ്യം വരുന്നത്. അപ്പൊ റിസർച്ച് ഇല്ലെങ്കിൽ, ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ വാങ്ങുന്ന ക്യാമറ ജർമ്മനിയിൽ നിന്നാണ് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു. അത്രയും ഹൈലി പ്രിസിഷൻ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് നമ്മുടെ നാട്ടിൽ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളൊന്നും ഇല്ല. ആകെ ഉള്ള കുറച്ച് കമ്പനികളൊന്നും അതുപോലത്തെ ഒരു ഇന്റർനാഷണൽ ലെവലില് ഒരു സയന്റിഫിക് എക്യുപ്മെന്റ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി ഇന്ത്യയിലില്ല. കുറച്ച് കമ്പനികളൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പ്രോഡക്ട്സ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, അവരും ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ പ്രിസിഷനിലോട്ട് വരുമ്പോൾ അവർക്കൊരു ഗ്ലോബൽ റെപ്യൂട്ടേഷൻ ഒന്നുമില്ല. അതുകൊണ്ട് അവരുടെ പ്രോഡക്ട്സ് നമ്മൾ തന്നെ പലപ്പോഴും പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന മൈക്രോസ്കോപ്പുകളൊക്കെ ഉണ്ട്. പക്ഷെ അത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അതിൻ്റെതായ ഡിഫക്ട്സ് ഉണ്ട്. കാരണം അത്രയും ഒരു ഇന്റർനാഷണൽ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് അവർ പലപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാറില്ല. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ചീത്തയായി പോകും. അപ്പൊ അത് അത്രയും നല്ല ഇമേജ് നമുക്ക് ഇത് കിട്ടില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഇന്റർനാഷണൽ ആയിട്ടുള്ള കമ്പനികളെ നമുക്ക് ആശ്രയിക്കേണ്ടി വരുന്നത്. കാരണം നമ്മൾ ഒരു വർക്ക് പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഏത് ഇൻസ്ട്രുമെന്റ് വെച്ചാണ് അതിന്റെ ഫോട്ടോ എടുത്തത്, അത് അതിന്റെ മെത്തഡോളജിയിൽ നമ്മൾ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ ഒരു റിവ്യൂവർ അത് നോക്കുമ്പോൾ ഏത് മൈക്രോസ്കോപ്പാണ്, എന്ത് കമ്പനിയുടെ മൈക്രോസ്കോപ്പ് ആണെന്നുള്ളത് അവരുടെ ആ വർക്കിന്റെ ക്വാളിറ്റി അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒക്കെയാണ് നമുക്ക് പലപ്പോഴും വേറെ ചോയ്സ് ഒന്നും നമുക്ക് കിട്ടില്ല. നമുക്ക് ഇന്ന ചില ജേർണൽസിലൊക്കെ പബ്ലിഷ് ചെയ്യണമെങ്കിൽ അവരുടെ സ്പെസിഫിക്കേഷൻ, അവരുടെ കണ്ടീഷൻസ് നമ്മൾ മീറ്റ് ചെയ്യണം. എന്നാലേ അവർ ആ പേപ്പർ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ അവർ അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പൊ പൊതുവെ ഇന്റർനാഷണൽ ജേർണൽസ് എല്ലാം ഇങ്ങനത്തെ ഇതിൻ്റെ അകത്തൊക്കെ ഒരു എന്താ പറയാ അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ്. അപ്പൊ നമ്മൾക്ക് സംബന്ധിച്ച് ചെറിയ രാജ്യങ്ങളെ അധികം ഡെവലപ്പ് ചെയ്ത രാജ്യങ്ങളെ സംബന്ധിച്ച് വലിയ ചോയ്സ് ഒന്നും ഇതിൻ്റെ അകത്ത് വരുന്നില്ല. നമ്മൾ നല്ല രീതിയിൽ നല്ല എക്യുപ്മെന്റ് വെച്ച് ചെയ്താൽ അവരത് അക്സെപ്റ്റ് ചെയ്യും. ദെൻ അതാണ് ബയോ ഇൻഫർമാറ്റിക്സിന്റെ കുറിച്ചുള്ളത്. ഇത്രയാണ് ബയോ ഇൻഫർമാറ്റിക്സിന്റെ ഒരു മേഖല എന്ന് പറയാനായിട്ടുള്ളത്. ഇനി നമുക്ക് വരുന്നത് ആക്ച്വലി എന്താണ് ഈ ബയോ ഇൻഫർമാറ്റിക്സിന്റെ കുറിച്ചുള്ള ഡിഫറെന്റ് ഡാറ്റാബേസസ് ഉണ്ട്. പല രീതിയിലുള്ള ഡാറ്റാബേസസ് നമുക്ക് ബയോ ഇൻഫർമാറ്റിക്സ്, അതാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതെനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാൻ അതും കൂടി ഇനി കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. അത് അടുത്ത ക്ലാസ്സിലോട്ട് നമുക്ക് എടുക്കാമെന്നാണ് ഞാൻ കരുതുന്നത്.